ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 കപ്പ് തന്നെ വെള്ളം ചേർത്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. വറുത്ത റവയാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വീതം ചിരവിയ തേങ്ങ, സവാള, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കേണ്ട, കുറേശ്ശെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. വറുത്ത റവയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചൂടായിട്ടുള്ള ഇരുമ്പ് തവയിൽ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കനം കുറച്ച് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. 2 ഭാഗം തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചൂടോടെ കട്ടൻ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ മീൻകറി കൂട്ടിയിട്ടോ കഴിക്കാൻ അടിപൊളിയാണ്.